ഇന്ന് നമുക്കിത് തുറന്ന് കിട്ടുന്നത്. അതിനുള്ള എല്ലാവരും ഇവിടെ നാട്ടുകാർ മൊത്തം അതിൻ്റെ ആ ത്രില്ലിലാണ്. തൃശ്ശൂർ സൂ മാറ്റുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് തുടങ്ങി. അത് വളരെ വലുതായി. ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തതിന് ശേഷം 2018 അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങി. കിബി വന്നതിന് ശേഷം കിബി എന്ന പ്രോജക്റ്റിലാണ് ഇത്ര ഫണ്ട് കിട്ടിയത്. അതിനുശേഷം 336 ഏക്കർ ഏരിയയിൽ 341 കോടി രൂപ ചിലവാക്കിയാണ് നമ്മളിത് പൂർത്തീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂർ മൃഗശാലയിലെ മൃഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കൂടാതെ അത് മാത്രം പോരാ, ഇത്രയും വലിയൊരു ഏരിയ അത് മാത്രം പോരാ എന്നുള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർണാടക, തമിഴ്നാട്ടിൽ നിന്നുള്ള 38 മൃഗങ്ങളെയും പിന്നെ വെളിയിൽ നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നും ജിറാഫ്, എലാൻഡ, സീബ്ര, മക്കാവൂസ്, കൊക്കാട്ടു, ഗ്രീൻ അനക്കൊണ്ട എന്നീ മൃഗങ്ങളെയും കൊണ്ടുവരുന്ന നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ ഹോളോഗ്രാം സൂ, ഒരു പുതിയ വെർച്വൽ സൂവിൻ്റെ ഒരു റിയാലിറ്റി കൂടെ ജനങ്ങളെ കാണിക്കുന്നതിന് പുതിയ ഇത് ഇന്ത്യയിലത്തെ ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സംരംഭമാണ് ഒരു സൂ ഇതിൽ വരുന്നത്. പിന്നെ പെറ്റിംഗ് സൂ, ഡിയർ സഫാരി എന്നീ പുതിയ ആശയങ്ങളോടുകൂടി ഈ സൂ ലോകം നിറയിൽ തന്നെ നല്ലൊരു സ്ഥാനം പിടിക്കുന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഏത് രീതിയിലൊക്കെ മാറ്റം വരുത്തി എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവും.